ഹലോ മൈ ലൈഫ് ബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മാങ്ങയും ഉണക്കമീനും കൂടെ തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ. എൻ്റെ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. ഞാനൊരു മാങ്ങ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഇരിക്കട്ടേന്നേ, ഇത് ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ്. അതൊന്ന് കഴുകി അതിൻ്റെ തൊലിയെല്ലാം ചെത്തി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈസിലും കനത്തിലും ഒക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കഴുകി കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഉണക്കമീനാണ്. അത് ഏത് മീനാണേലും കുഴപ്പമില്ല. ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. മീനിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ പാവമാണ്, എനിക്കറിയില്ല. പക്ഷേ ഉണക്കമീനാണ്. നല്ല ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ കളഞ്ഞിട്ട് അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ വേവിക്കാൻ പോകുന്നത് അതിലോട്ടാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം അതിനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരവിയ തേങ്ങയാണ്. പച്ചമുളകും ജീരകവും കുറച്ച് കാശ്മീരി ഞാൻ ഇവിടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചിട്ട് അത് മാറ്റി വെക്കാം. എന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ മാങ്ങയും മീനും കൂടെ ഉള്ള മിക്സ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ല അടിപൊളിയായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് ഈ സമയം കൊണ്ട്. അപ്പോൾ ഇതുണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ മാങ്ങയുടെ ആ പുളിയും മീനിൻ്റെ ഉപ്പും എല്ലാം കൂടെ ആയിട്ട് അടിപൊളിയായിട്ട് വരും. അപ്പോൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ തിളയ്ക്കാനിരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് താളിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു സന്തോഷം കേട്ടോ. മറന്നു പോവല്ലേ. എല്ലാ കൂട്ടുകാരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ എണ്ണ നമ്മൾ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുകെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് പോകുമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു അടപ്പ് വെച്ച് മൂടിയതാണ് കേട്ടോ. പിന്നെ ചേർത്ത് കുറച്ച് ഉലുവയാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും ഉണക്കമുളകും ചുവന്നുള്ളി. നമ്മൾ സാധാരണ താളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ ഒക്കെ തന്നെ ചെയ്തെടുത്തു. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മളുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും എനിക്ക് ഒരു കമൻറ്റും ചെയ്യാറില്ല, ലൈക്കും ചെയ്യാറില്ല. ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞാൻ ഭയങ്കര വലിയ കുക്കൊന്നുമല്ല, പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ, കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കേട്ടോ. പിന്നെ ഞാൻ കുക്കിംഗ് മാത്രമല്ല അല്ലാതെയും കുറച്ച് ഷോർട്സൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുവാണെന്നല്ല വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ ഇത് ഏകദേശം ഈ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മളുടെ ഓൾറെഡി തിളച്ചുകൊണ്ടിരിക്കുന്ന കറി ഉണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ മാങ്ങ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ചോറിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി വേറെ നമ്മൾ കറിയൊന്നും തപ്പിപ്പോകേണ്ട കാര്യമില്ല. അത്യാവശ്യം പുളിയും ഉപ്പും എരിവും എല്ലാം ഉള്ളൊരു അടിപൊളി മാങ്ങ ഉണക്കമീൻ കറിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, സബ്സ്ക്രൈബ്, ലൈക്ക് പ്ലീസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്. ബൈ.